നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡേൺ കിച്ചൺ സെറ്റ്, ഇതൊക്കെ തന്നെയും ഏതെങ്കിലും ഒരു സമ്മാനം കാത്തിരിക്കുകയാണ്. സോ തീർച്ചയായിട്ടും ആർക്കൊക്കെയാണ് ഗോൾഡൻ റിംഗ് കിട്ടാൻ പോകുന്നത്, ആർക്കൊക്കെയാണ് TV കിട്ടാൻ പോകുന്നതൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും നിങ്ങളെ കാത്ത ഒരു സമ്മാനം സെൽ പോയിന്റിൽ ഇവിടെ ഉണ്ട്. സോ ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോൺ വാങ്ങണമെന്നല്ല, ആക്സസറീസ് വാങ്ങിയാലും ആക്സസറീസിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. സോ അപ്പം ഓണം എന്തായാലും സെൽ പോയിന്റ് നിങ്ങളെ ഏറ്റവും അടിപൊളിയായിട്ട് ആഘോഷിപ്പിക്കാൻ വേണ്ടി പോവാണ്. എന്തെടുത്താലും സെൽ പോയിന്റിൽ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഉറപ്പാണ്. സോ ഇതൊക്കെയാണ് നമ്മളുടെ ഓഫേഴ്സ് എന്ന് പറയുന്നത്. സോ ഡിജിറ്റൽ സദ്യയുടെ ഒഫീഷ്യൽ ലോഞ്ച് ആണ് നമ്മളുടെ പ്രിയപ്പെട്ട ഹണി റോസ് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഒപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുതരുന്നല്ലേ. അപ്പം എന്തെങ്കിലും ടാസ്ക് ആയിട്ട് വേണോ അതോ നിങ്ങളോട് വല്ല ചോദ്യം ചോദിക്കണോ? എന്താണ് നിങ്ങളുടെ ഗെയിമായിട്ട് വേണോ അതോ എന്തെങ്കിലും ചോദ്യം ചോദിക്കണോ? നിങ്ങളുടെ ഓപ്ഷനാണ്. ടാസ്ക് മതി. ഓക്കെ. സോ ഇതിൽ നിങ്ങൾ എല്ലാവരും എന്തായാലും ഒരു വട്ടെങ്കിലും ഈ ഒരു ഗെയിം ലൈഫിൽ കളിച്ചിട്ടുണ്ടാവും. അതായത് പേര്, സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗെയിമില്ലേ, ഒരു അക്ഷരം തരും. അതിൽ നമ്മൾ പേര്, സ്ഥലം, സിനിമ ഇത്രയും പറയണം. അത് തെറ്റിക്കാതെ കറക്റ്റായിട്ട് ഒറിജിനലായിട്ട് ഉള്ളതൊക്കെ പറയണം, ഇല്ലാത്തത് ഉണ്ടാക്കി പറയരുത്. ഓക്കെ? പടാന്ന് വേണം എനിക്ക് ആൻസർ കിട്ടാൻ. ഈ പടാന്ന് ആൻസർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇവരെ ഔട്ടാക്കും, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ? സോ റെഡി ആണോ? റെഡി? ഓക്കെ. ഞാൻ ഒരു അക്ഷരം തരാം, അത് വെച്ചിട്ട് നിങ്ങൾ വേണം പറയാൻ. ഓക്കെ? ഫസ്റ്റ് ഏറ്റവും പുതിയ റിനോവേറ്റ് ചെയ്ത ഷോറൂം ഉദ്ഘാടനത്തിലേക്കാണ് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ആൻഡ് ഒപ്പം ഒത്തിരി ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ഓണം ഏറ്റവും അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് സെൽ പോയിന്റ് ഇവിടെ റെഡിയാണ്. സോ ഡിജിറ്റൽ സദ്യയുടെ ഭാഗമായിട്ട്, ഡിജിറ്റൽ സദ്യ സീസൺ 3യുടെ ഭാഗമായിട്ട് ഒരുപാട് ഓഫേഴ്സാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ലോഞ്ച് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹണി റോസ് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ഇവിടെ എത്തുന്നതായിരിക്കും, നിർവഹിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ ഒപ്പോ റെനോ 16 സക്സസ് സെലിബ്രേഷൻ കൂടെ നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. സോ ഇന്നത്തെ ദിവസം നമ്മൾ സെലിബ്രേഷൻ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് ഇനി എന്തൊക്കെ ഓഫേഴ്സ് ആണ് ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു ഗോൾഡൻ റിംഗ്, അല്ലെന്നുണ്ടെങ്കിൽ TV, അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ ഇപ്പം തന്നെ എന്താ വേറെ അടിപൊളിയായിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള കിച്ചൺ സെറ്റ്, ഇതൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. സോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തൊട്ട് ഈ ഒരു ജേർണി തുടങ്ങുകയാണ്. സെപ്റ്റംബർ 30 വരെയാണ് നിങ്ങളെ കാത്തി ഈ ഒരു ഓഫേഴ്സ് ഒക്കെ ഇരിക്കുന്നത്. സോ ഈ ഒരു ഓണം നമ്മളുടെ സെൽ പോയിന്റിനൊപ്പം ഏറ്റവും അടിപൊളിയായിട്ട് ആഘോഷിക്കാം അല്ലേ? സോ ഇനി മറ്റൊരു ടാസ്കിലേക്കൊക്കെ തന്നെ കിടക്കാണ്. സോ അതിന് എനിക്കൊരു 3 പേര് വേണം കേട്ടോ. ആരെങ്കിലും 3 പേര്, ഇതുവരെ വരാത്ത 3 പേര് വന്നോളൂ. ആർക്ക് വരാൻ പറ്റും? നമ്മളുടെ യെസ്, ചേച്ചിമാർക്ക് വരാം, ചേട്ടന്മാർക്ക് വരാം, അനിയന്മാർക്ക് വരാം, ആർക്കാണെങ്കിലും വരാം. യെസ്, നിങ്ങൾ 2 പേര് മാത്രമേ ഉള്ളോ? ഓക്കെ. ഇനി ഒരാൾക്കും കൂടി ആട്ടോ, ഒരാളും കൂടി വിളിക്കണുള്ളൂ. ഈ കൂട്ടത്തിൽ ആർക്ക് വരാൻ പറ്റും? ഒരാൾക്ക് വരാം. എനിവൺ? എല്ലാരും ഒന്ന് പേര് പറഞ്ഞേ. എല്ലാരും കള്ളം പറയാറുണ്ടോ? ഉണ്ടോ? വല്ലപ്പോഴും ഒക്കെ. എന്നാൽ ഇന്ന് ഫുൾ ഞാൻ ചോദിക്കുന്നതിന് കള്ളം പറയണം. റെഡിയാണ്? അതായത് ഞാൻ ചോദിക്കുന്നതിന് ലോജിക്കലി ഒരു ബന്ധമില്ലാത്ത ആൻസർ വേണം നിങ്ങൾ പറയാൻ. ഓക്കെ? സോ അപ്പം എവിടെയാണ് വീടെന്ന് ചോദിച്ചാൽ സ്ഥലമല്ല പറയേണ്ടത്, എന്താ പറയേണ്ടത്? നിങ്ങൾ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു ആൻസർ പറയണം. ഞാൻ ഇന്നലെ അവിടെ പോയിന്നോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ. ഓക്കെ? സോ ലോജിക്കലി കണക്ഷൻ ഉള്ള എന്തെങ്കിലും ആൻസർ വന്നാൽ നമ്മൾ അപ്പോൾ ഔട്ടാക്കും. റെഡി? ഓക്കെ. സോ എന്താണ് പേര്? പിന്നൊരു കാര്യം, ഈ ഇങ്ങനെ പോസ് ചെയ്തിട്ട് ആലോചിച്ച് പറയാൻ പാടില്ല. പെട്ടെന്ന് ആൻസർ പറയണം, പട്ടപ്പെടാന്നായിരിക്കണം. ഓക്കെ? റെഡി? ഓക്കെ. എവിടെയാണ് വീട്? എന്താണ് കഴിക്കാൻ പോയെ? ചിക്കൻ കഴിക്കാൻ പോയേക്കുമായിരുന്നു. കുഴപ്പമില്ല, ഇനിയും സമയമുണ്ട്, കഴിച്ചോളൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ, കഴിച്ചിട്ട് വരാം. ഓക്കെ, അടുത്ത ആള്. എന്താണ് ഇഷ്ടപ്പെട്ട ഫുഡ്? അത് ഒക്കെ പറഞ്ഞിട്ടാണ് പറയേണ്ടത്. ഓക്കെ, ഞാനൊരു ട്രയൽ എന്നുള്ള രീതിയിൽ അത് തന്നു. ഇനി അങ്ങനെ 2 പേരും റിപ്പീറ്റ് ചെയ്യരുത്. ഓക്കെ? സോ അപ്പോൾ വീട്ടിലായിട്ടൊക്കെ ഉണ്ട്? മൊബൈലുണ്ട്, പിന്നെ കാറുണ്ട്, ബസ്സുണ്ട്, ലോറിയുണ്ട്. അപ്പൊ ഭയങ്കര റിച്ച് ആണോ? കുറച്ച്.
കുറച്ച് റിച്ചാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി ഇവിടെ ചോദിക്കാനൊന്നും ഇല്ലായിരുന്നു. ആളെ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ഒരാൾ കൂടെ വരാട്ടോ. ഈ ഒരാള് രണ്ടുപേരും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് നന്നായിട്ട് പറയുന്ന യെസ് ഇപ്പൊ പോയ ഒരാൾക്ക് തന്നെ വരാം, കുഴപ്പമില്ല. ഓക്കെ, പേര് തരുന്നു. ഞാൻ സത്യമായിട്ട് പേരെന്താന്നാ ചോദിച്ചത്. ഗെയിമിലേക്ക് ഡയറക്റ്റ് അങ്ങ് പോയി. ഞാൻ ഫസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ ആള് ഡയറക്റ്റ് ആയിട്ട് ബസ്സിനകത്ത് ആൾക്കാരുണ്ടെന്നൊക്കെ. ഓക്കെ, ഒന്ന് പേര് പറഞ്ഞു. അനന്തു. ഓക്കെ, സോ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റൂൾസ് അറിയാലോ. ബബ്ബു ബുബ് പറയാൻ പാടില്ല, പെട്ടെന്ന് ആൻസർ പറയണം. ഓക്കെ, ലോജിക്കലി കണക്ഷൻ പാടില്ല. ഓക്കെ, സോ അപ്പം ഇനി ഇവിടെ നിന്ന് ഞാൻ ചോദിച്ചു തുടങ്ങാം. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? ആ ഒരു ആൻസർ ആണ്, അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ആൻസർ പറയണം. ഓക്കെ ഓക്കെ, സോ എവിടെയാണ് വീട്? ഓക്കെ, എവിടെയാണ് വീട്? ഇതൊന്നും നമ്മൾ സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പൊ നമുക്ക് പറഞ്ഞുവിട്ടാലോ? പറഞ്ഞുവിടാ. ഓക്കെ, നമ്മൾ 2 ചാൻസ് വന്നില്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. പൊക്കോളൂ. ഇവിടെ ഇനി ബെറ്റർ ആണോ എന്ന് നോക്കാം. ഓക്കെ, സോ എവിടെയാണ് വീടെന്ന് പറഞ്ഞ? ഏത് പാട്ടാ കേൾക്കാറ്? ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി ഏതാ? ബസ്സിന് 4 ടയറുണ്ട്. ഓക്കെ, ശരി. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറച്ച് പിടിച്ചു നിൽക്കുന്നുണ്ടല്ലേ. ഓക്കെ, ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്? നഖം വളർത്തുന്നത് ആക്ച്വലി അത്ര നല്ലതല്ലാന്ന് അറിയാമോ? ബാഗ്. ഓക്കെ, സോ അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? പ്ലസ് 1 എവിടെയാ പഠിക്കണേ? വീട്ടിലാണ് പ്ലസ് 1 പഠിക്കുന്നത് ആണോ? എന്ത് സ്മാർട്ട് ഫോൺ? സെൽ ഫോണിന്റെ ഇവിടെ എന്താണ് പരിപാടി? ഓക്കെ, അപ്പൊ നമുക്ക് സമ്മാനം കൊടുത്തുട്ടോ. ഇത്രയൊക്കെ പേര് നിന്നതല്ലേ, കുറച്ചുകൂടെ ഉണ്ട്. അടിപൊളിയായത്. ഓക്കെ, ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബ്ലോഗർ കൂടിയാണല്ലോ അരവിന്ദ്. സോ അരവിന്ദിനെ സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഒരു ടോക്കൺ ഓഫ് ലവ് നമ്മുടെ ഹണിബോസിന്റെ ഹെഡിൽ നിന്ന് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. ആൻഡ് അടുത്തതായിട്ട്